സാധാരണയായിട്ട് ലാംഗ്വേജ് ഒരു അതായത് ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്, അങ്ങനെ ഉള്ള ഒരു മിത്തിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പം നമ്മുടെ അക്കാഡമിയിലേക്ക് സാധാരണ വരുന്ന കോളുകളിൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സാർ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര മോശമാണ്, എനിക്ക് അത്ര ഒരു സ്കില്ലില്ല, ഇംഗ്ലീഷ് സ്കില്ലില്ല, ഇംഗ്ലീഷ് എഴുതാൻ പറ്റില്ല, എനിക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എക്സാം എന്ന് ചോദിക്കുന്നുണ്ട്. മലയാളത്തിൽ എഴുതാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സിവിൽ സർവീസ് എക്സാം ഒരു ഓൾ ഇന്ത്യ സർവീസിലേക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു എക്സാമാണ്. IAS, IPS, ഫോറസ്റ്റ് സർവീസ് ഉൾപ്പെടെ, ഫോറസ്റ്റ് സർവീസ് സിവിൽ സർവീസിൻ്റെ ഭാഗമല്ല, പക്ഷേ എന്നാലും ഫോറസ്റ്റ് സർവീസ് ഉൾപ്പെടെ ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ്. നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കാം, ഡിപ്പെൻസ് അപ്പോൺ അവർ റാങ്ക്. കേരളത്തിൽ തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ തമിഴ്നാട്ടിലായിരിക്കാം, കർണാടകത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒഡീഷയിലായിരിക്കാം, മഹാരാഷ്ട്രയിലായിരിക്കാം. സോ വേറെ നമ്മൾ പോസ്റ്റഡ് ആവുന്ന എവിടെയാണെങ്കിലും അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. കന്നഡയും തെലുങ്കും മറാഠിയൊന്നും പഠിക്കുന്ന അത്ര ടഫറല്ല ഇംഗ്ലീഷ് പഠിക്കാൻ, ഒരിക്കലും അല്ല. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. നമ്മൾ ഒന്നുമില്ല സ്കൂൾ ലെവലിൽ മുതൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പം എസ്പെഷ്യലി മലയാളീസിന് ഇംഗ്ലീഷ് അത്ര വലിയൊരു ഏലിയനേഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് ഒരു ശശി തരൂർ ലെവലിലുള്ളൊരു ഇംഗ്ലീഷ് വേണം നമുക്ക് സിവിൽ സർവീസിന് എന്നത്. ലൈക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പം ബീഹാറിൽ നിന്നോ ബംഗാളിൽ നിന്നൊക്കെ ഉള്ള ആസ്പിരൻസ്, അവർ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് പോലും വരുത്തുന്നത് കണ്ടിട്ടുണ്ട് അവരുടെ സംസാരത്തിൽ. ഓക്കെ, ഞാൻ നോട്ട് ക്രിറ്റിസൈസിങ് എനിവൺ, ബട്ട് അങ്ങനെയുള്ള ആൾക്കാർ അവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവരൊക്കെ ഇത് ക്ലിയർ ചെയ്യുന്നത് അവർ ഈ പറഞ്ഞ അത്രയും ഓക്സ്ഫോർഡ് ലെവൽ ഇംഗ്ലീഷ് കൊണ്ടൊന്നുമല്ല. അവർക്കും നമുക്കും ഇടയിലുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട്, കോൺഫിഡൻസ്. എക്സാക്ട്ലി, കോൺഫിഡൻസ് ഉണ്ട്. അവർ തെറ്റാണെങ്കിലും അവരത് പറഞ്ഞ് ബലിപ്പിക്കും. ലാംഗ്വേജ് ഈസ് ജസ്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ഇസ് മെന്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ആ ഒരു കാര്യം നമുക്കൊരു ജാളിതയാണ്, നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോവോ. കാരണം നമ്മൾ കാണുന്ന, ചിലപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തും കാണുന്ന ആൾക്കാരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ് ഇനിയിപ്പോൾ തെറ്റിപ്പോയി, ഒരു വാക്ക് തെറ്റിപ്പോയി എന്നുള്ള പേടിയുണ്ട് നമുക്ക്. അങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവുന്നത്. സിവിൽ സർവീസ് എക്സാം മലയാളത്തിൽ എഴുതുന്നതിനോട് പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല. 2-3 റീസൺസ് ഉണ്ട്. ഓക്കെ, ലാംഗ്വേജിൻ്റെ കാര്യം ഞാൻ പറയാം. 2-3 റീസൺസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ സക്സസ് റേറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അത് എന്തുകൊണ്ട്? മലയാളം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നമുക്ക് നോട്ട്സ് അവൈലബിലിറ്റി അതാണ് അതിൻ്റെ സെക്കൻഡ് റീസൺ. അതായത് നമുക്ക് റിസോഴ്സുകൾ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് മാഗസീൻ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അക്കാഡമിയിലെ ഒരു പ്രിന്റഡ് മെറ്റീരിയൽസ്, കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എല്ലാം ഇംഗ്ലീഷിലാണത്. പിന്നുള്ളത് ഹിന്ദിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പോളിറ്റിയുടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ബുക്കാണ് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ബുക്ക്. അത് ഹിന്ദിയിൽ അവൈലബിൾ ആണ്. പക്ഷേ വേറെ ലാംഗ്വേജസിൽ ഏതൊക്കെ ലാംഗ്വേജ് എന്തായാലും മലയാളത്തിലില്ല. നമുക്ക് മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. ചിലപ്പോൾ അതായിരിക്കാം നമുക്ക് സക്സസ് റേറ്റ് കുറയാനുള്ള കാരണം. ഇനിയിപ്പോൾ നമ്മൾ മലയാളത്തിൽ റിസോഴ്സുകൾ ഉണ്ടാക്കാൻ നോക്കിയാൽ തന്നെ അത് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ, ചില ആൾക്കാർ അത് റിസോഴ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഒരു കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള അത്ര എഫക്റ്റീവ് ആവുന്നില്ല. ഇത്രക്കൊന്നും പാടുപെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 4th സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഡിഗ്രി ലെവൽ വരെയും നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ച് മനസ്സിലാക്കിയ ആൾക്കാരാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ആ ഒരു സ്കില്ലിനെ നമ്മളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാം. ലാംഗ്വേജ് സ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു മാർഷൽ ആർട്സ് പോലെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് ഇമ്പ്രൂവ് ആകുന്നത്. അപ്പോൾ നമ്മളൊരല്പം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് ലെവൽ, ഒരു ലെയ്മാൻ്റെ മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് നോളജ് മാത്രം മതി നമുക്ക് സിവിൽ സർവീസിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സിവിൽ സർവീസ് പാസ്സാകാൻ വേണ്ടിയിട്ട്. ഇത് സിവിൽ സർവീസിൽ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജ് സ്കില്ലല്ല. ഓക്കെ, ഭയങ്കര ഫ്ലവറി ആയിട്ടുള്ള വേർഡുകളോ ഭയങ്കര കട്ടിയുള്ള ലാംഗ്വേജുകളോ യൂസ് ചെയ്യുന്നത് അല്ലേ, ലൈക്ക് ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ളൊരു ഇത് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടണമെന്നില്ല. കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് വേണ്ടത്, നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു ക്ലാരിറ്റിയാണ് വേണ്ടത്. ഒരിക്കലും നമുക്ക് ലാംഗ്വേജ് ഇതിനൊരു ബാരിയറായിട്ട് നിൽക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ഇന്ത്യൻ എക്സാമിനേഷനാണ്, ആൻഡ് ഇംഗ്ലീഷ് ഇസ് നോട്ട് ആൻ ഇന്ത്യൻ ലാംഗ്വേജ്. ഓക്കെ, അപ്പം ഇന്ത്യൻ ലാംഗ്വേജുകളെ ഇത് ഇന്ത്യൻ എക്സാമിന് നമുക്ക് ഇംഗ്ലീഷ് ഒരു ബാരിയറായിട്ട് ഒരിക്കലും നിൽക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ബേസിക് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ബേസിക് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കില്ല് നമുക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ വേറെ പല കാര്യങ്ങളിലും നമ്മൾ ബാക്കിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇതിന് അത്ര ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഓക്കെ, ഇനി അഥവാ സാധാരണ നമ്മൾ അധികം അഡ്രസ്സ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ലാംഗ്വേജിൻ്റെ ഒരു കാര്യം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ അക്കാഡമിയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജിൽ കുറച്ച് ബാക്കൗട്ട് നിൽക്കുന്ന കുട്ടികൾ, അവർക്ക് തന്നെ തോന്നുകയാണ് ലൈക്ക് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഇംഗ്ലീഷിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള കോച്ചിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നമുക്കൊരു എക്സാമിന് ഇംഗ്ലീഷ് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, വൊക്കാബുലറി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, ഗ്രാമർ എങ്ങനെ നമുക്ക് ലൈക്ക് ഗ്രാമറിൻ്റെ സൈക്കോളജി സം കൈൻഡ് ഓഫ് കൺസെപ്റ്റ് ഇല്ലേ, ഗ്രാമർ സൈക്കോളജിക്കലി നമുക്ക് എങ്ങനെ ഗ്രാമർ യൂസ് ചെയ്യാം. ചില വാക്കുകൾ, ചില സെൻറ്റൻസ് പറയുന്ന സമയത്ത് നമുക്കെന്നെ തോന്നാറില്ലേ എന്തോ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം വെച്ചിട്ട് നമുക്ക് എങ്ങനെ
വലിയ അബദ്ധമില്ലാത്ത രീതിയിൽ, വലിയ സംഭവമായിട്ടൊന്നും അല്ലെങ്കിലും വലിയ അബദ്ധമില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് കുഴപ്പമുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് മലയാളത്തിൽ എക്സാം എഴുതുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് എനിക്ക് പേഴ്സണലി ലൈക്ക് വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി രീതിയിൽ കുറച്ചുകൂടി കൺവീനിയന്റ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ കുറേ ആയിട്ട് ശീലം ഉള്ള ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ്. കാരണം ബാക്കിയുള്ള ടേംസ് ഒക്കെ ആയാലും ഒരു +1 +2 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും എല്ലാ സബ്ജക്റ്റുകളും ഇംഗ്ലീഷിലേക്ക് ഏകദേശം നിങ്ങൾ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ പിന്നെയുള്ള പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു എക്സാമോ ഒരു കാര്യമോ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രധാനമായിട്ടും നിങ്ങൾ അത് പത്രം വായിച്ചു തുടങ്ങുക എന്ന് പറയുന്നത്, ഇനീഷ്യലി പത്രം വായിച്ചു തുടങ്ങണം എന്ന് പറയുന്നത് ആ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമല്ല. അതായത് നിങ്ങൾക്ക് ന്യൂസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലേക്ക് കുറേ ഡാറ്റാസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല. പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള ഈ എസ്പെഷ്യലി മീഡിയ എന്ന് പറയുന്നത്, അതായത് പത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അത് ആ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അത് വായിച്ച് ശീലം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെ യൂസ് ചെയ്യാം, വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. പിന്നെയുള്ള പ്രധാന ടെൻഷനിൽ ചില ആൾക്കാരിൽ, എനിക്കടക്കം കുറേ ആൾക്കാർക്കുള്ളതാണ് ഈ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ഇഷ്യൂസ് പറയും. അതായത് ഈ മെയിൻസ് എക്സാം വരുന്ന സമയത്ത് പ്രിലിമിനറി കുഴപ്പമില്ല, ഇന്റർവ്യൂ കുഴപ്പമില്ല, പക്ഷെ മെയിൻസ് എക്സാമിന് എൻ്റെ എഴുത്ത് ആൾക്കാർക്ക് വായിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതുണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാ, പക്ഷെ സ്പീഡ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലെജിബിലിറ്റി ഇഷ്യൂസ് പലരും പറയാറുണ്ടായിരുന്നു. അതായത് നമ്മൾ സ്പീഡ് മസ്റ്റ് ആണല്ലോ. അതായത് നമ്മളിപ്പം 3 hours ഉള്ളിൽ 250 മാർക്സിന്റെ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ സ്പീഡും അതുപോലെ സ്പീഡിൽ എഴുതുമ്പോൾ തന്നെ നമ്മൾ ലെജിബിൾ ആയിട്ട് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭംഗിനേക്കാൾ വേറെ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അതിന് നമുക്ക് വേണമെങ്കിൽ എഴുതുമ്പോൾ സ്പേസ് വിട്ട് എഴുതാം. പിന്നെ മൊണോട്ടണസ് ആയിട്ട് എഴുതാതെ പിക്ചേഴ്സ് മാപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയാൽ ഇറ്റ് ഇസ് ഫൈൻ. അതുപോലെ ഇപ്പം സെന്റൻസിന്റെ കാര്യം തന്നെ ഷോർട്ട് സെന്റൻസസ് ആക്കിയിട്ട് എഴുതാം. ചിലവർ ചിലപ്പം കോപ്പിയൊക്കെ എഴുതി പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ആ സ്പീഡിൽ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ എഴുതിയാൽ മതി. ഭയങ്കര ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് മസ്റ്റ് ഫോർ ദ എക്സാം. എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഡൽഹി എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിന്റെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്, അതിൽ എത്രത്തോളം ശരിയുണ്ട്? മുന്നേക്കെന്ന് പറഞ്ഞാൽ മലയാളികൾ എപ്പോഴും പറയും ഡൽഹി പോയാലാണ് നമുക്ക് നല്ല കോച്ചിങ് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുപാട് കാലം മാറി. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ തന്നെ അവിടെയും ഇവിടെയായിട്ട് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് വരുന്നുണ്ട്. ഡൽഹിയിൽ പോയിട്ട് പഠിക്കുക എന്ന് പറയുമ്പം ചേഞ്ച് ഓഫ് ക്ലൈമറ്റ് ആണ്, അത് നമ്മൾ ഫേസ് ചെയ്യണം. ഫുഡ് ഒക്കെ വ്യത്യാസം വരും. വി ഹാവ് ടു സ്റ്റേ അവേ ഫ്രം ദ ഫാമിലി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഹബ്ബാണെന്ന് പറയുന്നത് അന്ന് ചിലപ്പോൾ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. ലൈക്ക് ഇത് ആക്ച്വലി ലൈക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക അനുഭവസ്ഥനാണ് ഞാൻ. ഓക്കെ, ഈ ഒരു ലൈക്ക് ഡൽഹി പോയി കഴിഞ്ഞാൽ എന്തോ കിട്ടും എന്ന ഒരു ലൈക്ക് ആൾക്കാരുടെ ഒരു ചിന്താഗതിയുടെ അനുഭവസ്ഥനാണ് ഞാൻ. കോച്ചിങ് സെൻറ്റർ കൂടുതലായതുകൊണ്ടല്ല, പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ച കാലത്തല്ല, ലൈക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത്, പണ്ട് ഡൽഹിയിൽ മാത്രമാണ് കോച്ചിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ മാത്രമാണ് കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നത്. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഡൽഹി, അത് പണ്ടേ ആൾക്കാർ, ഇപ്പം നമ്മൾ സാധാരണ ഒരു സിവിൽ സർവീസിന് പോകണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് ഷെയർ ചെയ്യുന്ന പാരൻസിൻ്റെ അടുക്കായിരിക്കാം. ഓക്കെ, ഒബിയസ്ലി നമ്മുടെ റിലേറ്റീവ്സിലോ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഒരാളുണ്ടാവും ഇതിനെപ്പറ്റി എന്തെങ്കിലും കുറച്ച് ധാരണയുള്ള ആൾക്കാർ. ആ ജനറേഷനിൽ നമുക്ക് തൊട്ട് മുമ്പത്തെ ജനറേഷനിൽ അവർ ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആലോചിച്ച കാലത്ത് അന്ന് ഡൽഹിയിൽ മാത്രമായിരുന്നു കോച്ചിങ്. അപ്പോൾ അവരുടെ ആദ്യത്തെ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് വിട്ടോ, നേരെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ നേരെ ഡൽഹിയിലേക്ക് വിട്ടോ എന്നതാണ്. നല്ല എക്സ്പെൻസീവാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഒരു സാധാരണ ഒരു നമ്മുടെ ജനറൽ സ്റ്റഡീസിൻ്റെ കോഴ്സ് മാത്രം ഡൽഹിയിൽ നമുക്ക് 1.6 lakhs മുതൽ 2.5 lakhs വരെയൊക്കെ ചാർജ് ചെയ്യുന്ന അക്കാഡമീസ് ഉണ്ട്. അപ്പോൾ കോച്ചിങ് ഫീസ് തന്നെ അറൗണ്ട് 2 lakhs-ൻ്റെ അടുത്ത് 2.5 lakhs-ൻ്റെ അടുത്ത് നമുക്ക് വരും. പിന്നെ ഒരു ആടുജീവിതം നയിക്കണമെങ്കിൽ തന്നെ അവിടെ ഒരു 10,000 രൂപ ചിലവാണ് നമുക്ക്. ഓക്കെ, അത്രയും എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂം ആണെങ്കിലും അത്രയും ഫുഡൊക്കെ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 10,000, 5,000, 10,000 എന്തായാലും മിനിമം നമുക്ക് ഒരു മാസം നമുക്ക് ചിലവ് വരും. അങ്ങനെ ഒരു വർഷം പഠിക്കുമ്പോഴേക്ക് പിന്നെ ഒരു 1,00,000 രൂപ പോയി. എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 3.5 to 5 lakh വരെയൊക്കെ ചിലവ് നമുക്ക് ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവും. പിന്നെ ഡൽഹിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് ഞാൻ പറയാം. നെഗറ്റീവ് ഉള്ള ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് കോണ്ടിനെൻ്റൽ ക്ലൈമറ്റാണ്, എക്സ്ട്രീം ക്ലൈമറ്റാണ്. ചൂട് വന്നാൽ ഫുൾ ചൂട്, തണുപ്പ് വന്നാൽ അത്രയും തണുപ്പ്, അത്യാവശ്യം നല്ല പൊല്യൂഷൻ. ഓക്കെ, ലൈക്ക് എയർ പൊല്യൂഷൻ അത്രയും ഇതാണ്. എന്ന് വെച്ചാൽ
എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു കാരണവശാലും സാധിക്കാത്ത ലെവലിലേക്ക്, അതായത് 1000 മുകളിലേക്കൊക്കെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പോയ ദിവസങ്ങളുണ്ട്. പിന്നെ വെള്ളം പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമാണ്, അത്രയും ക്രൗഡാണ്. പിന്നെ നല്ല മനുഷ്യന്മാരാണ്, നിങ്ങൾക്കറിയാലോ. ഓക്കെ, ഒരു മിനിറ്റ് നമുക്ക് വിശ്വസിച്ചിട്ട് ഒരു ബൈക്ക് പോലും പാർക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അവിടെ നിന്ന് ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാർ തന്നെ സെൽഫിഷ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക, ടോർച്ചറിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു എക്കോസിസ്റ്റമാണ്, ഡൽഹിയിലുള്ള ഒരു എക്കോസിസ്റ്റം. എന്ന് വെച്ചാൽ എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ഒന്നിക്കിൽ ചായ വെക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിവിൽ സർവീസ് ആസ്പിരൻസ്, ഈ 2 ആൾക്കാരാണ് അവിടെ മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഇഷ്ടം പോലെ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കോഴിക്കോടോ കണ്ണൂരോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ജില്ലയിലോ സിവിൽ സർവീസ് പഠിക്കുന്ന ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും മാക്സിമം, അല്ലെങ്കിൽ ഒരു വലിയൊരു ഏരിയ 1 കിലോമീറ്റർ റേഡിയസിൽ ഒരാളായിരിക്കും അവിടെ ഉണ്ടാവും. അവിടെ ഒരു 1 കിലോമീറ്റർ റേഡിയസിൽ 99% ആൾക്കാരും സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ചില ഫ്ലാറ്റുകൾ, ആ ഫ്ലാറ്റിൽ സിവിൽ സർവീസ് പിള്ളേർ മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ ആൾക്കാർ. അത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ എക്സാമിൻ്റെ ഒരു എന്താ പറയുക കോമ്പറ്റീഷൻ ലെവൽ എത്രയുണ്ട് എന്നുള്ളത്. ആ ഒരു ചെറിയ ഏരിയയിൽ തന്നെ അത്രയും ആൾക്കാർ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് ഒബിയസ്ലി സീരിയസ്നെസ് കുറച്ച് കൂടും. ഓക്കെ, ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇന്ന് നമുക്ക് ബോറടിക്കുന്നു, ഇന്ന് വേറെ എന്തെങ്കിലും ചെയ്യാം, ഇന്ന് പടത്തിന് പോകാം എന്ന് വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു ചിന്താഗതി അവിടെ ഇല്ല. എല്ലാവരും ഭയങ്കര സ്റ്റുഡിയോസാണ്, ഭയങ്കരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്രാന്തം പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതൊന്ന്. രണ്ടാമത്തത്, നമുക്ക് ഈ പറഞ്ഞ ബുക്സ്, പ്രിന്റഡ് മെറ്റീരിയൽസ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തുക, അല്ലെങ്കിൽ ബുക്ക് സ്റ്റോൾ കയറി ഒരുപാട് നമ്മൾ തിരഞ്ഞ് കഴിഞ്ഞാലേ നമുക്കിത് കിട്ടില്ല. പക്ഷെ അവിടെ അത് അങ്ങനെയല്ല. അവിടെ ഇഷ്ടം പോലെ ബുക്ക് സ്റ്റോളുകളുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അവിടെ ചെറിയ പൈസക്ക് നമുക്കത് പെട്ടെന്ന് തന്നെ അവൈലബിൾ. എന്തൊക്കെയാണോ ഒരു സിവിൽ സർവീസ് ആസ്പിരൻറ്റിന് വേണ്ടത്, ഒരു മാപ്പ്, ഒരു വേൾഡ് മാപ്പ്, അവിടെ സാധാരണ നമ്മൾ പെട്ടിക്കടയിൽ പോലെ വേൾഡ് മാപ്പ് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് എടുത്ത് മേടിച്ചിട്ട് നമുക്ക് റൂമിൽ തൂക്കാനേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു വേൾഡ് മാപ്പ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ടൗണിൽ പോകണം, അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റം എന്നൊരു സാധനം അവിടെയുണ്ട്. ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. നമുക്ക് ചെറിയ ചെറിയ കോഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, ഇങ്ങനെയുള്ളൊരു പോസിറ്റീവ് ഫാക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഡൽഹിയിൽ പോകുന്നത് എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്, സഫറിങ് ആണ് എന്ന് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ ഫാമിലിനെ വിട്ട് നിൽക്കുന്ന ഒരു കാര്യം, അതിപ്പോൾ എല്ലാവർക്കും ഫീസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. എസ്പെഷ്യലി പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ പെൺകുട്ടികൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സൗത്ത് ഇന്ത്യയിലൊക്കെയുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് ഡൽഹിയിൽ പോയി പഠിക്കുക എന്നൊക്കെ പറയുമ്പം എല്ലാ ഫാമിലിയും അത് എഗ്രി ചെയ്യണമെന്നില്ല. ഓക്കെ, നമുക്ക് ഇപ്പം ബോയ്സിനെ സംബന്ധിച്ച് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത് ക്രൂഷ്യൽ ടൈം നമുക്ക് ജോബ് കിട്ടുക എന്നുള്ളതാണെങ്കിൽ, പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ 5 വർഷം മാരേജ് ആണ് അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു വില്ലൻ. അപ്പോൾ ഡൽഹി പോയി പഠിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്ക് എന്തൊക്കെയോ ഒരു മിസ്കൺസെപ്റ്റ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായല്ലോ, പറ്റില്ല, അത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലുള്ളൊരു ചിന്താഗതി ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ വിട്ടു നിൽക്കാനുള്ള പെർമിഷൻ വീട്ടിൽ നിന്ന് കിട്ടണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പം താങ്കളിപ്പം വിട്ടു നിൽക്കുന്ന സമയത്ത് കുട്ടികളെ പിരിഞ്ഞിരിക്കുക ഭയങ്കര ഉള്ള ഒരു ഇമോഷണൽ ഇതായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം നമുക്ക് ട്രിവാൻഡ്രത്തേക്കാണ് മാറി നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആഴ്ചക്ക് വരാം, അല്ലെങ്കിൽ മാസത്തിൽ 1-2 പ്രാവശ്യം വരാം. ഡൽഹിയിൽ നമുക്ക് പോയി വരിക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. എസ്പെഷ്യലി കേരളത്തിലുള്ള ഒരാൾക്ക് പോയി വരിക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം വിട്ടു നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, വലിയൊരു പ്രശ്നം തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശരിക്കും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇന്ന് പണ്ടത്തെ അവസ്ഥയല്ല ഇവിടെ. ഈ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ട്രിവാൻഡ്രത്ത് കോച്ചിങ് സെൻറ്റർ ഉണ്ട്. ട്രിവാൻഡ്രം വിടും, ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഇപ്പം ഒരു IAS കോച്ചിങ് സെൻറ്റർ ഇല്ലാത്ത ഒരു ഡിസ്ട്രിക്റ്റ് പോലും ഇല്ല കേരളത്തിൽ. എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം വടക്കൻ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോടായാലും ഈവൻ വയനാട്ടിലും ഉണ്ട്, പക്ഷേ ചെറിയ ലെവലിലാണെന്ന് മാത്രമേ ഉള്ളൂ. കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, എല്ലാ സ്ഥലത്തും കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ പഠിക്കണം, അതായത് ഒരു ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ആ ഒരു ക്ലാസ് റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇപ്പം ശരിക്കും കൊറോണയ്ക്ക് ശേഷം നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓൺലൈൻ എക്കോസിസ്റ്റം. ഓക്കെ, ഡൽഹിയിലുള്ള അതേ സംഭവങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇനി ഈ ഡൽഹിയിൽ അക്കാഡമിയിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ സെയിം അക്കാഡമിയിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് അത്രയും ദൂരം പോകേണ്ട ആവശ്യമില്ല, ചിലവ് കുറവാണ്, അല്ലേ? അപ്പം ഡൽഹിയിൽ പോയാലേ സക്സസ് ആവൂ എന്നതിനോട് കാര്യം. ഡൽഹി പോയത് കൊണ്ട് സക്സസ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അത് ഉറപ്പാണ്. അല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ വലിയ സംഭവം, എന്തോ ഒരു മാജിക് അവിടെ പോയി കഴിഞ്ഞാൽ നടക്കും എന്നൊക്കെയുള്ള മിസ്കൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും ഈ ഒരു മിസ്കൺസെപ്റ്റിൻ്റെ പുറത്താണ് ഞാനും പോയത്. ഓക്കെ, എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഒബിയസ്ലി ആ ഒരു എക്കോസിസ്റ്റം അത് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അവിടുന്ന്, കോച്ചിങ്ങിൽ ഫീൽഡിലുള്ള ആൾക്കാർ, സർവീസിൽ കയറിയ ആൾക്കാർ, ഇപ്പോൾ സർവീസ് കയറിയ ആൾ, അങ്ങനെ കുറച്ച് ആൾക്കാരെ കിട്ടി എന്നുള്ള അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഡെഫിനറ്റ്ലി ഈ നെഗറ്റീവൊക്കെ ഒഴിവാക്കുക, ചിലവാക്കാൻ റെഡിയാണ്,
സ്പെൻഡ് ചെയ്യാൻ ഓക്കെയാണ്, വീട്ടിൽ നിന്നൊക്കെ എല്ലാ രീതിയിലും സപ്പോർട്ടിംഗ് ആണ് എന്നൊക്കെയാണെങ്കിൽ ഡൽഹിയിൽ പോകുന്നതിന് തെറ്റൊന്നുമില്ല, പോവാം, കുഴപ്പമൊന്നുമില്ല.